വേനൽ ചൂടിൽ വലയുന്നവർക്ക് ആശ്വാസം പകർന്ന പാതയോരങ്ങളിൽ കരിക്ക് വിൽപ്പന സജീവമായി. പാലക്കാട്ട് നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് കരിക്കുകൾ വഴിയോര വിപണിയിലെത്തുന്നത്. നാടൻ കരിക്കിന് ഡിമാൻഡ് ഏറെ ഉണ്ടെങ്കിലും ലഭ്യത കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. വേനൽ ചൂട് കനത്തതോടെ വഴിയോര കരിക്ക് വിപണി സജീവമായി. കത്തുന്ന വേനലിൽ ഉള്ളു തണുപ്പിക്കാൻ തണ്ണിമത്തിനെയും കരിമ്പിനെയും ആശ്രയിക്കുന്നവർ ഉണ്ടെങ്കിലും കൂടുതൽ പേർക്കും പ്രിയം നാടൻ ശീതളപാനീയമായ കരിക്കിനോടാണ്. ഇതോടെ വിപണിയിൽ കരിക്കിന് ഡിമാൻഡ് ഏറിയതായി കരിക്ക് വിൽപ്പനക്കാരനായ ബാബു പറയുന്നു. നാടൻ കരിക്കിനാണ് കൂടുതൽ ആൾക്കാരുള്ളത്. നാടൻ കരിക്കുണ്ടെങ്കിൽ അതാണ് ആൾക്കാർ കഴിക്കുന്നത്. മറ്റേ ഈ തമിഴ്നാട് കരിക്ക് വരുന്നുണ്ട്, ഇഷ്ടംപോലെ കരിക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് മായം ചേരുന്ന കരിക്കുകളാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ ഓരോ വീടുകളിൽ പോയി അടുത്തടുത്ത് ഓരോ വീടുകളിൽ പോയി നേരിട്ട് വെട്ടിക്കൊണ്ട് വരുന്ന കരിക്കാണ്. അപ്പോൾ ഇത് അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. പേട്ടയിൽ നിന്നും ഏറ്റുമാനൂരിൽ നിന്നൊക്കെ ഇതിന് നാടൻ കരിക്ക് മേടിക്കാനായിട്ട് തന്നെ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കരിക്കുകൾ എത്തുന്നുണ്ടെങ്കിലും നാടൻ കരിക്കിനേറെ ആവശ്യക്കാരുണ്ടെന്നും ബാബു പറയുന്നു. വാഗമൺ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നാടൻ കരിക്ക് കുടിക്കാൻ എത്തുന്നതായും ബാബു പറഞ്ഞു. ചേർപ്പുങ്കലിൽ ആറ്റുതീരത്ത് 15 വർഷത്തോളമായി ബാബു കരിക്ക് വിൽപ്പന ആരംഭിച്ചിട്ട്. പാലായിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള വീടുകളിൽ നിന്നും മറ്റുമാണ് ബാബു കരിക്കുകൾ എത്തിക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ തെങ്ങ് കൃഷി കുറഞ്ഞത് കരിക്ക് ലഭ്യതയ്ക്ക് കുറവ് വരുത്തിയതായി ബാബു പറയുന്നു. കരിക്കിൻ്റെ പരിപാടി ഈ റൂട്ടിൽ ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ കരിക്കിൻ്റെ പരിപാടി തുടങ്ങുന്നത് നമ്മൾ ആണ് ആദ്യം. അന്ന് ഒരു കരിക്ക് നമുക്ക് 2 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു, 5 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. ആ സ്ഥാനത്ത് ഇപ്പോൾ 50 ഇത്ര വ്യത്യാസം. പക്ഷേ വേനലായതുകൊണ്ട് കരിക്ക് കിട്ടാൻ പാടുണ്ട്. നമ്മൾ പലരും അന്വേഷിച്ച് പോയി കുറച്ച് ശേഖരിച്ച് കൊണ്ടുവരും. ചിലപ്പോൾ ഇപ്പം ഉച്ചവരമൊക്കെ കാണുള്ളൂ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരും. പിന്നെ രാവിലെ പോയി കൊണ്ടുവരും. കരിക്കൊന്നിന് 50 രൂപയാണ് വില. കരിക്കിൻ തൊണ്ട് വെറുതെ വലിച്ചെറിയാതെ തൊണ്ടിനുള്ളിൽ പൂച്ചെടികൾ വച്ച് പിടിപ്പിച്ച് ബാബു കരിക്ക് വിൽപ്പന കേന്ദ്രം ആകർഷമാക്കിയിരിക്കുന്നു. ചൂട് കനത്തതോടെ പല പാതയോരങ്ങളിലും കരിക്ക് കച്ചവടവും തണ്ണിമത്തൻ കച്ചവടവും സജീവമായി കഴിഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.